പൈതൃകത്വത്തിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെ പെരുമയും കൊണ്ട് കൊച്ചി നഗരത്തിലെ വടക്കേ പ്രാന്തപ്രദേശത്തിന്റെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് കൂനമ്മാവ് സെയിന്റ് ഫിലോമിനാസ് ഫൊറോന പള്ളി. 1837 നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന റോമൻ പള്ളികളിലൊന്നായ ഈ ദേവാലയത്തിന്റെ ആത്മീയ കവാടങ്ങളിലൂടെ കടന്നു ചെന്നാൽ കാണുന്നത് രാഷ്ട്രീയ ജീവിതത്തിന്റെ കറയില്ലാത്ത കാലത്തെ ഒരു അതുല്യ വ്യക്തിത്വത്തെയാണ്. അത് മറ്റാരുമല്ല, നമുക്ക് സുപരിചിതനായ ശ്രീ K.A. അഗസ്റ്റിൻ. ആയിരത്തി 1951 ജൂൺ 20 കല്ലൂർ അന്തപ്പന്റെയും കർമ്മലിയുടെയും 8 മക്കളിൽ 3ാമത്തെ മകനായി ശ്രീ അഗസ്റ്റിൻ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചത് കൂനമ്മാവ് സെയിന്റ് ജോസഫ് LP സ്കൂളിലാണ്. തുടർന്ന് കൂനമ്മാവ് സെയിന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിലും UC കോളേജിലും കളമശ്ശേരി ITIയിലുമായി തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പ്രസംഗത്തിലും സംഘാടനത്തിലും അദ്ദേഹം തന്റെ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. നീണ്ട 33 വർഷക്കാലം എടയാർ പെരിയാർ കെമിക്കൽസിൽ പ്ലാന്റ് ഓപ്പറേറ്ററായി ജോലിയിൽ പ്രവേശിച്ചു. ജോലിയോടൊപ്പം രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്നു അദ്ദേഹം. പ്രിയമങ്കരനായ ശ്രീ K.A. അഗസ്റ്റിന് 75 വയസ്സ് പൂർത്തിയാവുകയാണ്. അദ്ദേഹത്തെ കണ്ടാത്രം പ്രായമൊന്നും തോന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ആ പ്രായമായി. 75 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മുതിർന്ന ആളായി. തീർച്ചയായും അദ്ദേഹം കഴിഞ്ഞ എത്രയോ ദശാബ്ദകാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായി, അതുപോലെ നേതൃത്വത്തിലെല്ലാം ഒരുപാട് കാലം കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അദ്ദേഹം എല്ലായിടത്തും നിറഞ്ഞു നിന്ന ഒരാളാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് 3 പതിറ്റാണ്ടിലധികം കാലം ബന്ധമുണ്ട്. ആ സൗഹൃദം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. അദ്ദേഹം സഹകരണ മേഖലയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വള്ളുവള്ളി സഹകരണ ബാങ്കിനെ ഇന്ന് ഈ നിലയിലെത്തിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനത്തിന് പ്രത്യേകമായി അദ്ദേഹത്തെ അഭിനന്ദിച്ച മതിയാവും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ്. തികഞ്ഞ കോൺഗ്രസ്സുകാരനായി ഏത് സമയം അദ്ദേഹം 24 മണിക്കൂർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ട്. അതെല്ലാം ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ പ്രദേശത്തെ സാധാരണക്കാരെ സഹായിക്കാൻ, ആരോഗ്യ കാര്യങ്ങളിലും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം ഓടിയെത്തുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം അവിടുത്തെ യൂണിയൻ്റെ നേതാവായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ച് വളരെ ശ്രദ്ധേയമായ രീതിയിൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഹൃദയത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരാളാണ് ശ്രീ K.A. അഗസ്റ്റിൻ. അദ്ദേഹം 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേരുന്നു. ഊഷ്മളമായ ജന്മദിനാശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് നാൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എല്ലാ സന്തോഷത്തോടും കൂടി കോൺഗ്രസിൻ്റെ മുന്നിൽ തന്നെ അദ്ദേഹം നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാട് ഈരനുള്ളിൽ ജോസഫിന്റെയും മേരിയുടെയും മകൾ സെബീനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന സെബീന അദ്ദേഹത്തിന് നല്ലൊരു സുഹൃത്തും വഴികാട്ടിയും നല്ലൊരു കുടുംബിനിയുമായിരുന്നു. ജന്മം കൊണ്ടതിനു ശേഷം
സത്യാന്വേഷണത്തിൽ നേരിന്റെയും നെറിവിന്റെയും മാർഗങ്ങൾ സ്വീകരിച്ച് ആദരണീയ സ്ഥാനമുള്ള രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിച്ച് സർവസമ്മതനായി സ്വീകാര്യത നേടിയിട്ടുള്ള സവിശേഷ വ്യക്തിയാണ് ശ്രീ അഗസ്റ്റിൻ. വയസ്സിലേക്ക് കടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ കെ അഗസ്റ്റിന് ഞാൻ എല്ലാവിധ ആശംസകളും നൽകുന്നു. ചെറുപ്പകാലം മുതൽ ശ്രീ കെ അഗസ്റ്റുമായി വളരെയധികം ആത്മബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം സമകാലികരായിരുന്നു. KSUവിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിന്റെ നേതൃത്വ നിലയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ശ്രീ കെ അഗസ്റ്റിൻ. KSU പ്രവർത്തനം മുതൽ അഗസ്റ്റിനെ പരിചയപ്പെടാൻ, തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തുമായി ഒരുമിച്ച് എല്ലാ തലങ്ങളിലും മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമാണ്, സംതൃപ്തിയാണ് 75-ാം വയസ്സിലേക്ക് ശ്രീ അഗസ്റ്റിൻ കടക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയും. ഈ 75 വർഷത്തിൽ ഏകദേശം 60 വർഷക്കാലം പൊതുജീവിതത്തിലായിരുന്നു, രാഷ്ട്രീയത്തിലായിരുന്നു ശ്രീ കെ അഗസ്റ്റിൻ. KSU, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വ നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അദ്ദേഹത്തിന് വളരെയേറെ സംതൃപ്തിയോടുകൂടി ഞങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യമാണ് അഗസ്റ്റിന്റെ രാഷ്ട്രീയ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ മേഖലയിൽ എന്നതുപോലെ സഹകരണ മേഖലയിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നും അഗസ്റ്റിൻ വളരെയേറെ താല്പര്യക്കാരനായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാ രാഷ്ട്രീയ ജീവിതത്തിലും മാത്രമല്ല, എന്റെ പൊതുജീവിതത്തിലും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ എന്റെ സുഖദുഃഖത്തിൽ പങ്കുചേരാൻ സന്മനസ് കാണിച്ചിട്ടുള്ള വളരെ ആത്മാർത്ഥമുള്ള സുഹൃത്താണ് അഗസ്റ്റിൻ. അഗസ്റ്റിൻ 75 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യവും എല്ലാ സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നും എന്റെ ആത്മമിത്രമായിരുന്നു. ഒരു അവസരത്തിൽ പോലും ഞങ്ങളുടെ ഈ സുഹൃത്ത് ബന്ധത്തിന് ഒരു തരത്തിലുള്ള അകൽച്ചയും ഉണ്ടായിട്ടില്ല. എപ്പോഴും പരസ്പരം ഇഷ്ടപ്പെട്ട് പരസ്പരം കാണാത്ത സമയത്ത് പോലും ആത്മബന്ധം പുതുക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് എന്റെ ഓർമ്മകൾ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി 75 വയസ്സിലേക്ക് എന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ അഗസ്റ്റിന് ഞാൻ എല്ലാവിധ ആശംസകളും. മറ്റുള്ളവരെ സേവിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ശ്രീ അഗസ്റ്റിൻ തന്റെ സമൂഹത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. 75-ാം പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ സഹോദരൻ ശ്രീ കെ അഗസ്റ്റിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. UC കോളേജ് പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ കൂട്ടുകാരെ പോലെയും സഹപ്രവർത്തകരെ പോലെയും ഒരുമിച്ച് KSU പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ രണ്ടുപേരാണ് ഞാനും അഗസ്റ്റിനും. ഞാൻ അതിനുശേഷം കോൺഗ്രസിന്റെയും പല മേഖലകളിലേക്കും സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അഗസ്റ്റിൻ നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിലെ ജനങ്ങളുടെയിൽ പ്രവർത്തിക്കുന്ന ആ നാട്ടിലെ കുടുംബങ്ങളിലെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുകയും ദുഃഖമനുഭവിക്കുന്നവരെയും വേദന അനുഭവിക്കുന്നവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാന്ത്വനം ചെയ്യുക എന്ന പ്രഥമമായ പരിഗണന മുൻകൊടുത്തുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ പ്രവർത്തനം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. എനിക്ക് MP ആകാനും ഒക്കെയുള്ള അവസരമുണ്ടായെങ്കിലും അഗസ്റ്റിൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്ന ആളല്ല. പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം വള്ളുള്ളി സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി, പഞ്ചായത്ത് പ്രസിഡന്റായി, അവിടെ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ശ്രീ അഗസ്റ്റിൻ തന്നെ നേതൃത്വം കൊടുത്ത ഒരു സംഘടന, ആ സംഘടന ജനങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും മാറ്റാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ മാതൃകയാകേണ്ടത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ
ജീവിതത്തിലെ മനുഷ്യത്വപരമായ സമീപനവും സഹായവും. രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും നമുക്കറിയാം ഉള്ളവരെ കുറിച്ചൊക്കെ ആക്ഷേപവും ആരോപണവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കർശനമായ ചില സ്വഭാവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും ചില ആദർശങ്ങൾ ഊന്നി എന്നുള്ള ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും മകുടോദാഹരണമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ശ്രീമാൻ AK ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടി. അത് ഏത് പരിപാടി ഉണ്ടെങ്കിലും അവരുടെ മാതൃക തുടർന്നു കൊണ്ടുപോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് അഗസ്റ്റിന് ഏത് രാഷ്ട്രീയ പ്രവർത്തകർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും അദ്ദേഹം സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ആ സജീവതയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം എനിക്ക് കൂടി വേണമെങ്കിൽ ഒരു മാതൃകയാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അഗസ്റ്റിന്റെ ജീവിതം പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും കുടുംബത്തിലും എല്ലാവർക്കും ഒരു പിന്തുണയും മാതൃകയുമാണ് എന്നാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ 75ാം പിറന്നാൾ ആഘോഷത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയും വിദ്യാഭ്യാസവും സമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അക്ഷീണ ശ്രമങ്ങളും തലമുറകളെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. ശ്രീ KA അഗസ്റ്റിന് 75ാം ജന്മദിനാശംസകൾ നേരുകയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി വളരെ അടുത്ത് വ്യക്തിബന്ധവും സംഘടനാ തലത്തിലുള്ള ബന്ധങ്ങളുമുള്ള ഒരു സഹപ്രവർത്തകനാണ് ശ്രീ KA അഗസ്റ്റിൻ. ഞാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സമയത്ത് അഗസ്റ്റിൻ പറവൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി പ്രവർത്തിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ. അതുപോലെ KKNTC പ്രവർത്തിച്ചിരുന്ന കാലത്ത് ശ്രീ AC ജോസേട്ടനോടൊപ്പം KKNTCയുടെ സജീവ പ്രവർത്തനത്തിൽ KA അഗസ്റ്റിൻ ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. BNR എന്ന് പറയുന്ന ഒരു സംഘടന AC ജോസേട്ടന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചപ്പോഴും അതിന്റെയും എറണാകുളം ജില്ലയിലെ ഭാരവാഹിയായി ശ്രീ അഗസ്റ്റിൻ പ്രവർത്തിച്ചതായിട്ട് എനിക്കറിയാം. അതുപോലെ തന്നെ മറ്റ് ഭരണരംഗങ്ങളിലും പൊതുപ്രവർത്തന മേഖലകളിലും എല്ലാം ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയും പൊതുജന അംഗീകാരം നേടുകയും ചെയ്ത ഒരു സഹപ്രവർത്തകനാണ് ശ്രീ KA അഗസ്റ്റിൻ. അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു വിലയിരുത്തൽ, അഗസ്റ്റിന് നിലപാടുകളിൽ വളരെയധികം കർശനമായ നിലപാടുള്ള ഒരാളാണ്. അഗസ്റ്റിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന രീതി പോലും അവലംബിക്കാറുണ്ട്. അങ്ങനെ ഒരു ആത്മാർത്ഥത ഉള്ളൊരു നേതാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യാനും പ്രയാസമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മുൻ പറവൂർ MLAയും സംസ്ഥാന ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KT ജോർജ് സാറുള്ള കാലം മുതൽ അഗസ്റ്റിൻ കൂനമ്മാവിലും അതുപോലെ പറവൂരിലും എല്ലാം പ്രവർത്തന രംഗത്തുള്ള ആളാണ്. അപ്പോൾ പിന്നീട് AC ജോസേട്ടനുമായി വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. സ്ഥിരമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. ധാരാളം പരിപാടികളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അഗസ്റ്റിന്റെ വീട്ടിലെ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. അഗസ്റ്റിൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴും ബാങ്ക് പ്രസിഡന്റായിരുന്നപ്പോഴും പല പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. എല്ലാ രംഗത്തും നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ അഗസ്റ്റിൻ എന്ന് ഞാൻ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് 75ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അഗസ്റ്റിന് ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ നേരുന്നു. ഇനിയും ദീർഘായുസോടുകൂടി ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ജീവിക്കാനും പൊതുപ്രവർത്തനം സജീവമായി നടത്താനും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം.
അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബോധ്യത്തിന്റെ ശക്തിയും ഒരു വ്യക്തിക്ക് ലോകത്തിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് എൻ്റെ ദീർഘകാല സഹപ്രവർത്തകനായ ശ്രീ കെ എ അഗസ്റ്റിൻ 74 വയസ്സ് പിന്നിട്ട് 75-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹവുമായി എനിക്കുള്ള ദീർഘകാല ബന്ധം, അദ്ദേഹം UC കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതലുള്ള സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സൗഹാർദ്ദം ഇന്നും ഊഷ്മളമായി നിലനിൽക്കുന്നു എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശ്രീ അഗസ്റ്റിൻ ചെറുപ്പം മുതൽ തന്നെ ഒരു സാമൂഹ്യ പൊതു പ്രവർത്തന രംഗത്ത് വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമാണ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ഞങ്ങളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിഭിന്ന ആശയഗതിക്കാർ അല്ലെങ്കിൽ വിവിധ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാകാം. ഞാനും ശ്രീ അഗസ്റ്റിനും ഒക്കെ ഞങ്ങളൊരു വലിയ സംഘം യുവാക്കൾ അന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരേ മാർഗത്തിലൂടെ ഒരേ ആശയത്തിലൂടെ സഞ്ചരിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വളരെ ദൃഢമായിരുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയും. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദർശ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. എന്നാലോ അതിനൊപ്പം തന്നെ പ്രായോഗിക ബുദ്ധി, കർമ്മകുശലത എന്നിവ വളരെ കൈവശമുള്ള ഒരു വ്യക്തിയുമായിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിസ്വാർത്ഥനായിരുന്നു. നമ്മൾ നിഷ്കാമ കർമ്മി എന്നൊക്കെ പറയാറില്ലേ, ലാഭം ഇച്ഛിക്കാതെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന വ്യക്തി. അതിൽ ശ്രീ അഗസ്റ്റിൻ ചെറുപ്പം മുതലേ തന്നെ വ്യാപൃതനായിരുന്നു, അഗ്രഗണ്യനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു ചെറുപ്പം മുതലേ ശ്രീ അഗസ്റ്റിൻ്റെത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം യുവജന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാനും ഏതാണ്ട് സമപ്രായക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ഒരേ തരത്തിൽ തന്നെ ഞങ്ങൾ ആ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി. ആ ബന്ധം അവിസ്മരണീയമായ ഊഷ്മളമായ ബന്ധമാണ്. എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഞങ്ങൾ തമ്മിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ള ബന്ധം മാത്രമല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം, അതിലുപരിയായി ദൃഢമായ സാഹോദര്യ ബന്ധം അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിരുന്നു. ഞങ്ങളുടെ നേതാക്കളായ ശ്രീ വയലാർജി, ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങിയവരൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ തമ്മിലുള്ള ട്രെയിനിങ് അതായിരുന്നു. ഒരു രാഷ്ട്രീയ ബന്ധമല്ല, അതിനപ്പുറത്ത് ഒരു സാഹോദര്യ ബന്ധം അത് നിലനിർത്തുക. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ചെറുപ്പത്തിലേയുള്ള ആ പഠന ക്ലാസ് ഞങ്ങൾക്ക് ലഭിച്ച ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ. ഇന്നും ഞങ്ങളത് കാത്തു സൂക്ഷിക്കുകയാണ്. ഇന്നും ആ രീതിയിലാണ് പ്രവർത്തനം. ഇതിനിടയിൽ ശ്രീ അഗസ്റ്റിൻ പല സ്ഥാനലബ്ധിയും നേടുകയുണ്ടായി. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു, മണ്ഡലം പ്രസിഡന്റായിരുന്നു, DCC മെമ്പറായിരുന്നു, പല പോഷക സംഘടനകളുടെയും ജില്ലാ സംസ്ഥാന ഭാരവാഹിയായി, ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അതിദീർഘകാലം കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. പക്ഷെ അവിടെയൊക്കെ വിനയത്തിന്റെ ഒരു മുഖമുദ്ര എപ്പോഴും ശ്രീ അഗസ്റ്റിൻ ദർശിക്കാൻ കഴിയും. ഞങ്ങളുടെ ആ ബന്ധം ഇപ്പോഴും നിർബാധം തുടരുകയാണ്. അത് പെരിയാറിലെ ജലം ഒഴുകുന്നത് പോലെ സ്വച്ഛ സുന്ദരമായി ആ സൗഹാർദ്ദ ബന്ധം ഒഴുകിപ്പോകുന്നു. ശ്രീ അഗസ്റ്റിൻ ഇന്ന് 75-ാം വയസ്സിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ആ കർമ്മകുശലതയിൽ, ആ ചാരുതയിൽ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. ഇനിയും ദീർഘനാൾ അദ്ദേഹത്തിന് സമൂഹ മധ്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ധാരാളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ
അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ആശ്വാസത്തിന്റെ കരസ്പർശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഭവനരഹിതരായവർക്ക് ഭവനം വെച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതി ഉൾപ്പെടെ, കാരുണ്യ ചികിത്സാ പദ്ധതി ഉൾപ്പെടെ, അങ്ങനെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ദയാപൂർവമായ സമീപനം അഗസ്റ്റ്യൻ പോലെയുള്ള ഒരു സുമനസ്സിനെ അത് സാധ്യമാകുമായിരുന്നു. ഒരു തികഞ്ഞ വിജയമാണ് രാഷ്ട്രീയത്തിൽ ശ്രീ അഗസ്റ്റ്യൻ. ശ്രീ അഗസ്റ്റ്യന് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. അഗസ്റ്റ്യന്റെ ആ സേവനം ഇനിയും നാട്ടുകാർക്കും നമ്മുടെ സമൂഹത്തിനും പ്രയോജനപ്പെടുത്തേ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ജന്മദിന വേളയിൽ ജന്മദിന ആശംസകൾ നേരുന്നതോടൊപ്പം അദ്ദേഹത്തിന് ദീർഘായുസ്സും ഞാൻ നേരുന്നു. നമസ്കാരം. അഗസ്റ്റിന്റെ പാരമ്പര്യം കാരുണ്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പരിവർത്തന ശക്തിയുടെയും തെളിവാണ്. അദ്ദേഹം സ്പർശിച്ച എണ്ണമറ്റ ജീവിതങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ച മാറ്റത്തെയും ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രചോദനത്തിന്റെയും ഇനിയും നിരവധി വർഷങ്ങൾ ഇതാ. നമസ്കാരം. എന്റെ ജ്യേഷ്ഠസ്ഥാനീയനായ ശ്രീ KA അഗസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ അനുഭവിച്ചറിഞ്ഞതിൽ നിന്നും എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതാണ്. മനുഷ്യൻ എന്ന പദം അതിമനോഹരമാണെന്ന് നിരവധിയായ ആംഗലേയ സാഹിത്യകാരന്മാരും തത്വചിന്തകന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യനെന്ന് ഞാൻ പറയുമ്പോൾ ഒരു പച്ചയായ മനുഷ്യൻ എന്നുകൂടി അതിനോട് കൂട്ടിച്ചേർക്കും. കാരണം ഒരു പച്ചയായ മനുഷ്യനുള്ള എല്ലാ വികാര വൈഭവങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഇണങ്ങാനും പിണങ്ങാനും പരിഭവങ്ങളും പരാതികളും ഒക്കെയുള്ള ഒരു പച്ചയായ മനുഷ്യൻ. എങ്ങനെയൊക്കെയുള്ള വൈകാരിക ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി നിലപാടുകളുള്ള ഒരു മനുഷ്യനാണ് ശ്രീ KA അഗസ്റ്റിൻ. തന്റെ നിലപാടുകൾ അടിയുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി പൊരുതുകയും ചെയ്യുന്ന ഒരു പോരാളി കൂടിയാണ് ശ്രീ KA അഗസ്റ്റിൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ തുടക്കം മുതൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന കാലം മുതൽ ഇന്നുവരെ നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യം കൂടിയാണ്. എന്റെയൊക്കെ ഓർമ്മകളിൽ ഏതാണ്ട് 65 കാലത്തിലാണ് അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ പറവൂര്. ഈ 65 എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടമാണ്. 1964 കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നൊരു കാലം. പ്രാദേശിക തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്ന് കേരള കോൺഗ്രസ് രൂപീകൃതമായൊരു കാലം. ഈ കാലത്താണ് അഗസ്റ്റിൻ ചേട്ടന്റെ കുടുംബക്കാരനായ കല്ലൂർ കുടുംബാംഗമായ ശ്രീ KT ജോർജ് പറവൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അക്കാലത്ത് അഗസ്റ്റിൻ ചേട്ടൻ പൊതുരംഗത്തേക്ക് കടന്നു വന്നു എന്ന് തന്നെയാണ് എന്റെ അനുഭവങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അക്കാലത്ത് ആ വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പില് KT ജോർജ് വൻ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അന്ന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അന്ന് എല്ലാ കക്ഷികളും മുന്നണി സംവിധാനമില്ലാതെ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഒരു കക്ഷിക്കും ലഭിക്കാതെ വന്നതുകൊണ്ട് കേരളം രാഷ്ട്രപതി ഭരണത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു ആ കാലത്ത്. തുടർന്ന് 1967 തിരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ തീപാറുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. 67 സ്വാഭാവികമായും ശ്രീ KT ജോർജ് കല്ലൂർ കുടുംബാംഗമായ ശ്രീ KT ജോർജ് തന്നെയാണ് പറവൂരിൽ മത്സരിച്ചത്. അക്കാലത്ത് EMSന്റെ സപ്തകക്ഷി മുന്നണി, ഒരു മുന്നണി സംവിധാനമാണ് എതിർദിശയിൽ നിന്നിരുന്നത്. തീപാറുന്ന മത്സരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. വെറും 9 MLA-മാരാണ് അന്ന് 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ ബാനറിൽ ജയിച്ചു വന്നത്. ആ 9 പേരിൽ ഒരാൾ KT ജോർജ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച പ്രവർത്തകരുടെ ഒരു നേതൃനിരയുടെ വൈഭവം കൂടി ഞാനിവിടെ സൂചിപ്പിക്കേണ്ടി വരും. കാരണം അതിന്റെ അമരക്കാരൻ എന്ന് പറഞ്ഞാൽ യുവ നേതാവ് എന്ന നിലയിൽ ശ്രീ KA അഗസ്റ്റിൻ വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
അന്നിവിടെ കോൺഗ്രസിന്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി പോലും ഉണ്ടായിട്ടുണ്ട്. ഈ 67 കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് 70-ൽ തെരഞ്ഞെടുപ്പ് വന്നു. കാരണം 68 വന്നപ്പോഴേക്കും സപ്തകക്ഷി മുന്നണി തകർന്നു. കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വന്നു. ശ്രീ കെ കരുണാകരൻ ലീഡർ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കടന്നു വന്നു. 68-ല് കോൺഗ്രസ് പിളർന്നു ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ 9 MLA-മാര് 5-ഉം 4-ഉമായി വെറും 5ആയി ചുരുങ്ങിയ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിന്നും 70-ല് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് അന്ന് കോൺഗ്രസ് പക്ഷേ അധികാരത്തിൽ പങ്കാളികളായില്ല. 71-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അഗസ്റ്റിൻ ചേട്ടന്റെ നേതൃപാടവം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. 71-ല് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയുടെ വക്താവായി സ്ഥാനാർത്ഥിയായി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ 1971-ൽ മത്സരിക്കുന്ന ശ്രീ കെ ടി ജോർജിന്റെ ആ കാലഘട്ടത്തിൽ ഹെൻറി ഓസ്റ്റിനാണ് അന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഹെൻറി ഓസ്റ്റിന് വേണ്ടി ശ്രീ കെ ടി ജോർജിന്റെ തുറന്ന വാഹനത്തിൽ പലപ്പോഴും ഞാൻ ശ്രീ കെ എ അഗസ്റ്റിനെ കണ്ടിട്ടുണ്ട്. ഈ നാട്ടുകാരായി ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം കൊണ്ടും ഒരു നേതൃപാടവത്തിന്റെ അങ്ങേയറ്റം വൈഭവം നിറഞ്ഞ പ്രകടനങ്ങൾ ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 71-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 72-ഓടുകൂടിയാണ് കെ ടി ജോർജ് ധനകാര്യമന്ത്രിയാവുക. വെറും 6 മാസവും 8 ദിവസവും മാത്രവും അധികാരത്തിലിരുന്ന ഈ നാടിന്റെ അഭിമാനമായ കെ ടി ജോർജിന്റെ വിയോഗവേളയിൽ, ആകസ്മികമായ ആ ദേഹവിയോഗ വേളയിലും ശ്രീ അഗസ്റ്റിൻ ചേട്ടന്റെ വിതുമ്പുന്ന ചുണ്ടുകളും നനഞ്ഞൊഴുകുന്ന മെഴിയോരങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഈ കാലം വരെയും ഈ നാടിന്റെ നേതൃനിരയിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ കെ എ അഗസ്റ്റിൻ. അദ്ദേഹം ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തും എതിരാളികൾ പോലും അദ്ദേഹത്തെ പാടിസ്തുതിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് അഴിമതി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കറയില്ലാത്തൊരു നേതാവെന്ന നിലയിൽ എന്നെ പോലെയുള്ള ഈ നാട്ടുകാർക്കൊക്കെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു നാമമാണ് ശ്രീ കെ എ അഗസ്റ്റിൻ. ഇത് എതിരാളികൾ പോലും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് ഒരു കുടിസുമുറിയിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി വലിയൊരു ഹാളും നിലകളുമുള്ള ഒരു മന്ദിര സമുച്ചയം തന്നെയാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രയത്നങ്ങളും ഈ അവസരത്തിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഏതൊരു കാര്യവും തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. കറയില്ലാത്ത മറയില്ലാത്ത ഒരു നേതാവാണ് അദ്ദേഹം എന്ന് എനിക്ക് അറിയാം. അന്ന് ഞാൻ അഗസ്റ്റിനോട് പറഞ്ഞു, ഏതൊക്കെ പാർട്ടിയിലാണ് ഏതൊക്കെ കക്ഷിയിലാണ് നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും നിങ്ങളൊക്കെ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരാണ്. പ്രത്യേകിച്ച് അഗസ്റ്റിൻ ചേട്ടൻ എനിക്ക് ഏറ്റവും ബഹുമാനിതനായ ആരാധ്യനായ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ഈ ജന്മദിന വേളയിൽ അദ്ദേഹത്തിന് ഞാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയാണ്. ആയുഷ്മാൻ ഭവ. ഈ ധന്യമായ നിമിഷത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും അദ്ദേഹത്തിന് ബഹുദൂരം സഞ്ചരിക്കാൻ കഴിയട്ടെ. നിരവധി മേഖലകളിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ.